വിവാദങ്ങളും വേട്ടയാടലും ബാക്കി നിൽക്കെ ജാതി വിവേചനത്തിനെതിരെ ഗാനങ്ങളിലൂടെ ശബ്ദമുയർത്തിയ റാപ്പർ വേടനെ തേടി പുരസ്കാരം വരെ എത്തി. 1 ലക്ഷം രൂപയുടെ പ്രഥമ പ്രിയദർശിനി പുരസ്കാരമാണ് വേടന് ലഭിച്ചിരിക്കുന്നത്. തൃശൂർ പ്രിയദർശിനി പബ്ലിക് ലൈബ്രറിയുടേതാണ് പുരസ്കാരം. പാട്ടുകളിലൂടെ ജാതി വിവേചനത്തിന് എതിരെ ശബ്ദമുയർത്തുന്ന വേടന്റെ പരിപാടിക്ക് വലിയ ആൾക്കൂട്ടം എത്താറുണ്ട്. കുട്ടികളും യുവാക്കളുമാണ് വേടന്റെ പരിപാടിക്ക് ആരാധകരായുള്ളത്. സിനിമാ ഗാനങ്ങളും പാടിയതോടെ ജനപ്രീതി വർദ്ധിച്ചു. എന്നാൽ കഞ്ചാവ് ഉപയോഗിച്ചതിനും പുലിപ്പല്ല് ധരിച്ചതിനും കേസിൽ ഉൾപ്പെട്ടതോടെ വേടനെതിരെ വലിയ തോതിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. കുട്ടികളെ വഴിതെറ്റിക്കുന്നു എന്നതടക്കം ആരോപണങ്ങളും ഉയർന്നു. ഹിന്ദു ഐക്യവേദി നേതാവ് ശശികല ഉൾപ്പെടെയുള്ളവർ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും ചെയ്തു. വേടന്റെ തുണിയില്ലാ ചട്ടങ്ങൾക്ക് മുമ്പിൽ സമാജം അപമാനിക്കപ്പെടുകയാണെന്നായിരുന്നു ശശികലയുടെ പ്രതികരണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് തനതായ എത്ര കലാരൂപങ്ങളുണ്ടെന്നും റാപ്പ് സംഗീതമാണോ അവരുടെ തനതായ കലാരൂപമെന്ന് പോലും ചോദ്യമുയർന്നു. അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു പാട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചുവെന്നാരോപിച്ച് മലയാള റാപ്പർ വേടനെതിരെ NIA-ക്കും ആഭ്യന്തര വകുപ്പിനും പരാതി ലഭിച്ചത്. 5 വർഷം മുമ്പ് പുറത്തിറങ്ങിയ വേടന്റെ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന പാട്ടിൽ മോദിയെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളുണ്ടെന്നായിരുന്നു ആരോപണം. പൊതുവ്യക്തിത്വങ്ങളെ അധിക്ഷേപിക്കൽ, വിദ്വേഷം വളർത്തൽ, ജാതി വിവേചനം പ്രോത്സാഹിപ്പിക്കുന്ന ജാതി അധിഷ്ഠിത അപകീർത്തിപ്പെടുത്തൽ, അക്രമവും വിദ്വേഷവും വളർത്തുന്നതിന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ഉപയോഗം തുടങ്ങിയവ ആരോപിച്ചായിരുന്നു പരാതി. ഇതേ തുടർന്ന് വലിയ വിമർശനങ്ങളായിരുന്നു വേടനെതിരെ പലരും ഉയർത്തിയത്. വേടന് എത്ര തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ടെങ്കിലും അയാൾ ഒരു ഇന്ത്യൻ പൗരനാണ്. ഇന്ത്യയുടെ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ നിൽക്കണം. മറ്റ് രാജ്യങ്ങളിൽ ആയിരുന്നെങ്കിൽ അയാൾ ഇന്നെവിടെയായിരിക്കും എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളും വേടനെതിരെ ഉയർത്തിയിരുന്നു. എന്നാൽ അവഗണനകളും കുറ്റപ്പെടുത്തലുകളും ഒരു ഭാഗത്തു കൂടി തകൃതിയായി നടക്കുന്നുണ്ടെങ്കിലും വേടനെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നവർ ഏറെയാണ്. തെറ്റുകൾ തിരുത്തി താൻ മുന്നോട്ടു പോകുമെന്ന വേടന്റെ പ്രസ്താവനയെ വലിയ കയ്യടിയോടെയാണ് വേടനെ അനുകൂലിക്കുന്നവർ സ്വീകരിച്ചത്. അവാർഡ് കിട്ടിയതിലും നിരവധി അഭിനന്ദനങ്ങളും വിമർശനങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വേടന് ലഭിക്കുന്നുണ്ട്. കഞ്ചാവ് ഉപയോഗിച്ചതിനാണോ പുരസ്കാരമെന്ന് പലരും കമന്റിലൂടെ അധിക്ഷേപിക്കുമ്പോൾ നിരവധി പേർ വേടനെ അനുകൂലിച്ചും രംഗത്ത് വരുന്നുണ്ട്. തെറ്റ് ചെയ്യാത്തവർ വിമർശിക്കട്ടെ, തെറ്റ് തിരുത്തി മുന്നോട്ട് വരുന്നവന് പുരസ്കാരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. ഇതായിരുന്നു ഒരാൾ വേടനെ പിന്തുണച്ചുകൊണ്ടിട്ട കമന്റ്.